ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്ന് ഓണമല്ലേ. സോ എല്ലാവർക്കും ഹാപ്പി ഓണം ടു യു ഓൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ. സ്ഥലവില പോലെ എന്തിനു വന്നു നീ അമ്മൂട്ട ചേട്ട കൂട്ടന് വന്ന് നിക്ക്. അങ്ങനെ മോൻ്റെ പാട്ടുമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി ലുലുവിൽ പോകണം. ഒരു കുഞ്ഞുമോള് ജനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഫാമിലിയിൽ. അപ്പോൾ ആ മോൾക്കൊരു ഡ്രസ്സ് ലുലുവിൽ പോയി എടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ അതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓണമല്ലേ, അപ്പോൾ ഒന്ന് ഓണ സദ്യയൊക്കെ കഴിക്കണം. നെക്സ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ടൂറിസ്റ്റ് സ്പോട്ടിലൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ ഇന്ന് എവിടെയാണ് കൊണ്ടുപോകുന്നു എന്ന് അറിയില്ല. അതൊരു ജസ്റ്റ് സർപ്രൈസാണ്. സോ നോക്കാം എവിടെയാണ് പോകാൻ പറ്റുന്നതെന്ന്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെ ആ ഡ്രസ്സ് അവിടെ തന്നെ അവർ ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സസ് ഇങ്ങനെ ന്യൂ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓണമല്ലേ, അതുകൊണ്ടായിരിക്കും കുറേ ന്യൂ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമക്കളുടെ ഷൂ ആയാലും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, അവരുടെ ടോയ്സ്, ബേബി കോട്ടൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ നോക്കി. പിന്നെ പോട്ടി ട്രെയിനിങ് ചെയ്യാനുള്ള അതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ലുലുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് 12:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ബുക്കിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ബുക്കിംഗ് ചോദിച്ചപ്പോൾ ബുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ ഇനി ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ബുക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് അജ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് അജ്മാൻ നെസ്റ്റോളാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ് ശരിക്കും. അങ്ങനെ കഴിച്ചിട്ട് ഒരുപാട് കഴിക്കുന്നുണ്ടായിരിക്കും ഒരു ഹെവി ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല ഫുഡാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. അങ്ങനെ കഴിക്കും മീൻസ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ അവിടെ ഫുഡ് ബുക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് ബുക്കിൽ പോയപ്പോൾ തന്നെ മീൻസ് ഇവിടെ പറഞ്ഞതുപോലെ കാലിക്കറ്റ് സ്റ്റോറീസിൽ പറഞ്ഞതുപോലെ ബുക്കിംഗ് ഇല്ല, ഇനി കഴിക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ സർവീസും ആ ഫ്രണ്ട് നിന്ന് സ്റ്റാഫ് ഒക്കെ നന്ന രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. ഒരു ½ ആൻ അവർ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുന്ന രീതിക്കാണ് അവർ സംസാരിച്ചതും. പിന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നെസ്റ്റോയിൽ വന്നിട്ട് അവിടുത്തെ ഓഫേഴ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോന് എന്ത് കണ്ടാലും ഇങ്ങനെയുള്ള ബൈക്കും അതും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ പോയിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഫുഡ് ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ സർവീസൊക്കെ നല്ലതായിരുന്നെങ്കിലും ഫുഡ് മോശമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. 40 dirhams ഒരാളിന് മീൽ പ്രൈസ്. ബട്ട് അത് കാണാനായാലും ഓണസദ്യ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ ഇലയിൽ കൂട്ടുകറികളൊക്കെ വയ്ക്കുന്നത് കാണാനായാലും ഒരു ഭംഗിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റും കൊള്ളത്തില്ലായിരുന്നു. കാശിൻ്റെ കാര്യം പറയുമല്ല, പക്ഷേ അന്നത്തെ ദിവസം എത്രയും സ്പെഷ്യലായിട്ട് ആക്കാനുള്ളതില്ല. പക്ഷെ എന്തിനോ വേണ്ടി ചെയ്തതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ഭയങ്കരമാണ്, ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ ഷൂട്ടിങ്ങിലൊക്കെ പറയുന്നുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. പിന്നെ നല്ല ഫുഡിനൊരു നിറവും മണമൊക്കെ കാണുമല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അതൊന്നുമില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. എന്നാൽ അൺഹാപ്പി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞങ്ങൾ സാധാരണ പോലെ കഴിച്ചു.
വന്നു. സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാര്യം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കസ്റ്റമർ സർവീസ് ബെസ്റ്റാണ്. നല്ല സ്നേഹത്തോടെ അവർ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോകണമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് അൽക്കോത്ര പോകുന്നത് ഇഷ്ടമാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ആൾക്കാരെന്നല്ല, മീൻസ് ഇങ്ങനെ ഇത് അൽക്കോത്ര കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ വരും. അല്ലാണ്ട് ഈ റോഡൊക്കെ വന്നിട്ട് ഭയങ്കര ഇങ്ങനെ ഔട്ടർ ഏരിയ ആയതുകൊണ്ട് ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ട് ഒത്തിരി ഇഷ്ടമൊക്കെയാണ്. മീൻസ് അവിടെ ഭയങ്കര നാച്ചുറലാണ്. മാൻ കാണാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ബേർഡ്സും അതൊക്കെ കാണാൻ പറ്റുമല്ലോ. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നതാണ് കേട്ടോ. ഐസ്ക്രീം കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അൽക്കോത്ര ഒരു 3-4 ടൈംസ് ആയി ഞങ്ങൾ പോയിട്ട്. അപ്പോൾ ഇന്ന് ഓണമായതുകൊണ്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് വേറൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചേ ഇല്ല. പക്ഷേ ഫൈനലി ഇവിടെ വന്നു. എന്നാൽ ഞങ്ങളത് ഇഷ്ടമാവാതെ ഒന്നും ഇരുന്നെന്നൊന്ന് വിചാരിച്ചു. ആദ്യം അൽക്കോത്രയുടെ സ്ഥലം എത്തിയപ്പോൾ എന്താ ഇവിടെയാണോ വന്നെന്ന് ചോദിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞ് അതേ നമുക്ക് അൽക്കോത്ര പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതല്ലല്ലോ പറഞ്ഞു, നമുക്ക് വേറെ സ്ഥലം പോകാമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അകത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല രസം കാണാൻ. ഇങ്ങനെ ഈ ഡക്സൊക്കെ കണ്ടോ, ഈ സ്വാൻ അന്ന് വന്നപ്പോൾ എനിക്കിത് കാണാൻ കൂടെ പറ്റിയില്ല. ഇതിങ്ങനെ ഓടി. പക്ഷേ ഇത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ നേരെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അങ്ങനെ എല്ലാം ഇങ്ങനെ കണ്ട് കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് സമയം പോയതും അറിഞ്ഞില്ല. പിന്നെ നല്ല കാറ്റും ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ മാൻ എപ്പോൾ കണ്ടാലും നമ്മൾ ദൂരെ കാണുമ്പോഴേ ഓടിക്കളയുന്ന മാന. പക്ഷേ ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ട് അങ്ങനെ കുറേ സമയം ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ ഇറങ്ങി. കുഞ്ഞു ഉള്ളതുകൊണ്ട് പിന്നെ അവൾക്ക് അവിടെ മണ്ണ് വാരണം, കളിക്കണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നെല്ലാം കാണുന്നുണ്ട്. ഇതറിയോ കിനിക്കോഴി? ഇത് ഞങ്ങളിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ട് കാണുമോ. എനിക്ക് തോന്നുന്നു ഓരോ സീസണിലും ഈ ബേർഡ്സും ഈ കോഴി ഐറ്റംസ് ഇവിടെ വരുന്നതൊക്കെ വ്യത്യാസമാണെന്ന് തോന്നുന്നു, ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ല രസമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓടി ഒളിക്കുന്നതും ഇങ്ങനെ. പക്ഷേ ഞങ്ങൾ വിട്ടില്ല. അത് കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ നേരെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിടാതെ കുറേ സമയം അതിൻ്റെ ആ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യമാണ് ശരിക്കും. ഇത് ഫ്രീ ആയിട്ടാണ് എൻട്രി ഒക്കെ ഇവിടെ അൽഖോദ്ര ലേക്ക്. കുറേ പക്ഷെ കാണാനും ഉണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോഴതാ ഇവർ 3 പേരും ഈ ബ്ലാക്ക് സ്വാൻ എന്ന് തോന്നുന്നുണ്ട്, അതിങ്ങനെ നടന്ന് പതിയെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മാത്രം ഞങ്ങളെ കണ്ടിട്ട് ഓടിയിട്ടൊന്നുമില്ല. ഇത് ഈ പോണ്ടിൽ നിന്ന് വേറെ ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഉണ്ടല്ലോ ഇങ്ങനെ. അങ്ങനെ ഇവരിങ്ങനെ അങ്ങ് നടന്നു പോവുക. പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറേ സമയം ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പേടിയുമില്ല, കാറിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അലേർട്ടാണെന്ന് തോന്നുക. നിങ്ങൾ സ്ലോ ആയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയപ്പോൾ മാനൊക്കെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് മാൻ ശരിക്കും ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ ഒരുപാട് മാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരുപാട് ഡക്കുകളാണ്. ഡയറക്റ്റ് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇത് വന്നിട്ട് ഫ്ലാമിംഗോസ് ഞങ്ങൾ ഒത്തിരി തപ്പി നടന്നു. പക്ഷേ ഈ ഒരു പോണ്ടിൽ മാത്രം ഇങ്ങനെ ഫ്ലാമിംഗോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫ്ലാമിംഗോസ് നേരെ കാണാൻ നല്ലതായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓണം ഡേ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പിയാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.